പശ്ചിമേഷ്യൻ യുദ്ധത്തിന്റെ പ്രത്യാഘാതമായി കയറ്റുമതി രംഗത്ത് ഗുരുതര പ്രതിസന്ധി നേരിടുകയാണ് രാജ്യത്തെ മുട്ട കയറ്റുമതിക്കാർ. കപ്പൽ ഗതാഗത തടസ്സവും കയറ്റുമതി ചെലവിൽ കുത്തനെയുണ്ടായ വർധനവും വിപണിയെ ബാധിക്കുമ്പോൾ ആഭ്യന്തര വിപണിയിൽ വിലത്തകർച്ചയും കർഷകർക്ക് വലിയ നഷ്ടവും ഉണ്ടാവുകയാണ്. പശ്ചിമേഷ്യൻ സംഘർഷം മുട്ട കയറ്റുമതിക്ക് വൻ തിരിച്ചടിയായി. കപ്പൽ ഗതാഗതത്തിലുണ്ടായ തടസ്സത്തെ തുടർന്ന് നിരവധി കണ്ടെയ്നറുകൾ വൈകുകയും ചിലത് ഇപ്പോഴും തുറമുഖങ്ങളിലും കടലിലും കുടുങ്ങിക്കിടക്കുകയും ചെയ്യുകയാണ്. 125 കണ്ടെയ്നറുകളിൽ ഭൂരിഭാഗവും ലക്ഷ്യസ്ഥാനത്തെത്തിയെങ്കിലും ചിലത് ഇപ്പോഴും വൈകുകയാണ്. അതേസമയം കയറ്റുമതി ചെലവിൽ വലിയ വർധനവാണ് മറ്റൊരാശങ്ക. മുമ്പ് ഏകദേശം $1,800 ഫ്രൈറ്റ് ചാർജ് ഇപ്പോൾ $9,500 മുതൽ $10,500 വരെ ഉയർന്നത് കയറ്റുമതിക്കാർക്ക് കനത്ത തിരിച്ചടിയാകുന്നു. കയറ്റുമതി മന്ദഗതിയിലായതോടെ ആഭ്യന്തര വിപണിയിൽ മുട്ടയുടെ ലഭ്യത വർദ്ധിച്ച് വില കുത്തനെ ഇടിഞ്ഞു. 100 മുട്ടയ്ക്ക് 540 രൂപയിൽ നിന്നും 430 രൂപയിലേക്ക് വില താഴ്ന്നതോടെ ഉൽപാദന ചെലവായ 450 രൂപയ്ക്കും താഴെയായി. ഇതോടെ ദക്ഷിണേന്ത്യൻ കർഷകർക്ക് ദിവസേന ഏകദേശം 5 കോടി രൂപയുടെ നഷ്ടമുണ്ടാകുന്നതാണ് വിലയിരുത്തൽ. റമദാനും ഈസ്റ്ററും കഴിഞ്ഞതോടെ ആവശ്യകത കുറഞ്ഞതും സ്കൂൾ അടച്ചതോടെ മിഡ് ഡേ മീൽ ആവശ്യകത കുറഞ്ഞതും വേനൽക്കാലത്ത് ഉപഭോഗം താഴ്ന്നതും വിപണിയെ കൂടുതൽ ബാധിക്കുന്നതായി കയറ്റുമതിക്കാർ വ്യക്തമാക്കി. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.